നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് ആയിട്ടുള്ള മാസം ഡിസംബർ അങ്ങനെ വന്നെത്തി. എത്ര പെട്ടെന്നല്ലേ ജനുവരി വന്നതും ഡിസംബർ പോകാനായി നിൽക്കുന്നതും പെട്ടെന്നായി പോയി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസംബറിലെ ഫസ്റ്റ് ക്രാഫ്റ്റ് ആയാലോ. അപ്പോൾ ഈ മാസം നമ്മളിതാ കുറച്ച് ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുറച്ച് ക്രാഫ്റ്റുകളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തോ ഇലക്ട്രിക് സാധനം വാങ്ങുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഫോം ഷീറ്റ് പോലത്തെ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്കിതാ ഹാപ്പി ക്രിസ്മസ് എഴുതിയിട്ടുള്ള ഒരു ടാഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേര് എഴുതിയതിൻ്റെ മുകളിൽ ഞാൻ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സോൾഡറിംഗ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അറ്റം ഭാഗം എന്ന് പറയുന്നത് പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് എത്താത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഇത്രയും പോർഷൻ മാത്രം കാണുന്നത്. അപ്പോൾ അസലായിട്ട് ചൂടാവുന്നതിനനുസരിച്ച് ആ ഷീറ്റ് ഇതുപോലെ ഉരുകി നമുക്ക് കറക്റ്റ് ആ ലെറ്റേഴ്സിൻ്റെ ഷേപ്പിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം. ഇനി ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുത്താൽ മതി, ഇങ്ങനത്തെ പേപ്പർ ഉണ്ടെങ്കിൽ. അപ്പോൾ നല്ല കട്ടിക്ക് നമുക്ക് ഇതുപോലെ പ്രൊജക്ട് ചെയ്തെടുക്കുന്ന ഒരു 3D ഷേപ്പിൽ കുറേ ലെറ്റേഴ്സ് മുറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ നന്നായി സൂക്ഷിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. എങ്ങാനും കൈൻ്റെ മുകളിലേക്ക് ഒന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ നന്നായി പൊള്ളി കിട്ടും. അപ്പോൾ ഇനി അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് കട്ടി ഒതുക്കി നല്ല ചീകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലെറ്റേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു എം ഇതുപോലെ കുറച്ച് പാളിപ്പോയതുകൊണ്ട് ഞാൻ വേറൊരു എമ്മും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 3D ഷേപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കളറാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ഗം ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ എപ്പോഴോ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് റെഡ് ഗ്ലിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വാരി വിതറാൻ പോവാണ് കേട്ടോ. ഒട്ടും പിശുക്ക് കാണിക്കാതെ വാരിക്കൂടി വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ കറിക്ക് മുളക് പൊടി ഇടുന്നത് പോലെയോ അല്ലെങ്കിൽ തിരിച്ചു മറിച്ചോ ഒക്കെ പശയിൽ മുക്കി എടുത്തിട്ട് ഞാനിതാ ഇതുപോലെ ഷേപ്പ് കളറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടിയതിന് ശേഷം നമ്മളിതാ ഓരോ ലെറ്റേഴ്സും ഒരു നൂല് ഇതുപോലെ കോർത്തെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ നല്ല കട്ടിയുള്ള നൂല് ഉപയോഗിച്ചിട്ട് ഓരോ ലെറ്റേഴ്സും കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്കി വന്നത് ഇതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ചുരണ്ടി എടുത്തിട്ട് പിന്നെ നമ്മളിതാ കവറിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉപകാരം വന്നാലോ. എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, റെഡ് വിട്ടിട്ട് വേറൊരു കളി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതാ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു 3D ഷേപ്പ് ഗ്ലിറ്റേഴ്സ് ആയിട്ടുള്ള ലെറ്റേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബർത്ത്ഡേക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻസിൽ ഉണ്ടാക്കാം. ബാക്കിയുള്ള ഫോം ഷേപ്പ് ഇരിപ്പുണ്ട്. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.